ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ലേഖനത്തിന്റെ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. 2 വാക്യത്തിലാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ പ്രാർത്ഥനാവശ്യം പറയുന്നത്. കേവലം 2 വാക്യത്തിൽ. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും. അപ്പോൾ തെസ്സലോനിക്കയിൽ കർത്താവിന്റെ വചനം എത്തി, അവിടെ അത് വേഗം വ്യാപിച്ചു മഹത്വപ്പെട്ടു. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും കർത്താവിന്റെ വചനം വ്യാപിക്കണം, മഹത്വപ്പെടണം. അപ്പോൾ ഉദിക്കുന്നതായിട്ടുള്ള ചോദ്യം, എങ്ങനെയാണ് കർത്താവിന്റെ വചനം മഹത്വപ്പെടുന്നത്? എന്താണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, തെസ്സലോനിക്കയിൽ ഈ വചനം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടുത്തെ സഭയിൽ കർത്താവിന്റെ വചനം വ്യാപിച്ച് മഹത്വപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ എന്താണ് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഇതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 3-4 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെ ചുരുക്കമായി എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് തെസ്സലോനിക്ക സഭയിൽ കർത്താവിന്റെ വചനം എത്തി വ്യാപിച്ച് മഹത്വപ്പെട്ടത് എന്ന്. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകയും വരികയാൽ ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. 4-ാമത്തെ വാക്യം: അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ 2 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം മഹത്വപ്പെട്ടതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഒന്ന്, അവരുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളിൽ ഓരോരുത്തരിലും മഹത്വപ്പെടണമെങ്കിൽ ആ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി അത് നമ്മളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും രണ്ടാമത് ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകയും വരികയാണ്. അങ്ങനെ വിശ്വാസം വർദ്ധിക്കുന്നതിനോട് ചേർന്ന് അതിനോട് കൂടി സംഭവിക്കുന്നതായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകയും വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇവിടെ ആളാമ്പ്രതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും, ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും, വീണ്ടും അത് പറഞ്ഞിരിക്കുകയാണ്. ആളാമ്പ്രതി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അതിൽ ഉൾപ്പെട്ടു. അതിനുശേഷം വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. മൂന്നാമത് പറയാണ് അന്യോന്യം. അപ്പൊ ഈ 3 വാക്കുകളാലാണ് തെസ്സലോനിക്ക സഭയിലെ സ്നേഹത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. ഒന്ന്, അത് ആളാമ്പ്രതിയാണ്. 2, അത് എല്ലാവർക്കുമുണ്ട്. 3, അന്യോന്യമുണ്ട്. ഇതെല്ലാം ഒരു കാര്യത്തെ തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എങ്കിലും അത് പെരുകി വരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. അപ്പോൾ ഇത് ഈ കർത്താവിന്റെ വചനം വ്യാപിച്ച് മഹത്വപ്പെട്ടതായിട്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ മഹത്വപ്പെട്ടത് അങ്ങനെയാണ്. 3-ാമത് 4-ാമത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും. അപ്പോൾ ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും കുലുങ്ങിപ്പോകാതെ അത് സഹിക്കുന്ന ഒരവസ്ഥയിൽ, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ തെസ്സലോനിക്ക സഭ നിലനിന്നു. അപ്പോൾ ഈ 3 രീതിയിൽ കർത്താവിന്റെ വചനം
തെസ്സലോനിക്കയിൽ വ്യാപിച്ച് മഹത്വപ്പെട്ടു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതുപോലെ അത് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ച് മഹത്വപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ അതായത് സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തണം. സുവിശേഷം എത്തി അതിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകളിൽ കർത്താവിന്റെ വചനം ഏത് നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്? അത് വിശ്വാസം വർദ്ധിപ്പിക്കണം, അന്യോന്യ സ്നേഹം വർദ്ധിപ്പിക്കണം, എല്ലാ കഷ്ടങ്ങളിലും അവിടെ സഹിഷ്ണുതയുള്ളവരായി നിൽക്കുവാൻ സഹായിക്കണം. ഇതാണ് ദൈവവചനം മഹത്വപ്പെടുത്തുന്നതിന്റെ വഴിയാണ്. അപ്പോൾ നമ്മളിലും ദൈവവചനം മഹത്വപ്പെടണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ വചനത്തിന്റെ കേൾവി എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ അന്യോന്യം എല്ലാവർക്കും ആളാമ്പ്രതിയുള്ള സ്നേഹം വർദ്ധിച്ചു വരണം. വർദ്ധിച്ചു വരിക എന്നുള്ളതല്ല, പെരുകി വരണം. മൂന്നാമത് സഹിക്കുന്നതായിട്ടുള്ള എല്ലാ കഷ്ടങ്ങളിലും ഉപദ്രവങ്ങളിലും നമ്മൾ സ്ഥിരതയോടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വചനം, അത് അത് ആളുകൾക്ക് മഹത്വമാകണം. കർത്താവിന് അത് മഹത്വമാകണം. അത് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അത് വിശ്വാസമായും അനുസരണമായും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് വളർച്ചയായി തീരുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വചനം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകുന്നു. രണ്ടാമത്, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഈ കഷ്ടങ്ങൾ ഇവിടെ വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായുള്ള വാക്യത്തോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവിന്റെ വചനം വ്യാപിച്ച് മഹത്വപ്പെടുത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായുള്ള പൗലോസ് അപ്പോസ്തലനും കൂട്ടാളികൾക്കും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതായ വിശ്വാസമില്ലാത്തതായ ആളുകളുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം. അപ്പോൾ ഈ ദുഷ്ടന്മാരുടെ വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉപദ്രവമൊന്നും ഉണ്ടാകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള നിലയിലല്ല. പൗലോസ് അപ്പോസ്തലൻ ഉപദ്രവം സഹിക്കുന്നത് ഒരു ശ്രേഷ്ഠമായ കാര്യമായിട്ട് കണക്കാക്കുകയും അതിനെ അങ്ങനെ അനുഭവിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരാളാണ്. അത് കഷ്ടം അനുഭവിപ്പാൻ, ഉപദ്രവം അനുഭവിപ്പാൻ അതൊരു വരമാണ് എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ കഷ്ടത്തിലും ഞങ്ങളെ വിടുവിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഇങ്ങനെ വിടുവിക്കപ്പെടണം എന്ന് പറയുന്നത്. മറിച്ച് ഈ വചനം, കർത്താവിന്റെ വചനം വേഗം വ്യാപിച്ച് മഹത്വപ്പെടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആളുകൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിൽ നിന്നും മാറണം എന്നുള്ള നിലയിലാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അതല്ലാതെ തൻ്റെ ഒരു ലേഖനത്തിലും തൻ്റെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ കഷ്ടം സഹിക്കാൻ മനസ്സില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിൽ പൗലോസ് അപ്പോസ്തലനെ നമുക്ക് ഒരിക്കലും കാണുവാനായിട്ട് കഴിയുകയില്ല. ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയിരിക്കുന്നതായിട്ടുള്ള ലേഖനങ്ങളിൽ പോലും അങ്ങനെ എന്നെ എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് വിടുവിക്കപ്പെടുവാനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ള നിലയിൽ ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ ജീവിതത്തെ കണ്ടിട്ടില്ല. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടത്. അതായത് പൗലോസ് അപ്പോസ്തലന്റെ കർത്താവിന്റെ വചനം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലനും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടത് ഈ കർത്താവിന്റെ വചനം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ്, അതല്ലാതെ കഷ്ടതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശരി, മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഇതിനെക്കുറിച്ച് അല്പമായി കഴിഞ്ഞ അധ്യായം പഠിച്ചപ്പോൾ നാം ചിന്തിച്ചതാണ്. കർത്താവ് വിശ്വസ്തനാണ്, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോൾ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതായ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്താണ് നമ്മളുടെ ഉത്തരവാദിത്വം? കർത്താവാണ് നമ്മെ ഉറപ്പിച്ചിരിക്കുന്നത്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോൾ കർത്താവിനെ 100% അങ്ങ് ഏൽപ്പിച്ചിട്ട് നമുക്ക്
നമ്മളുടെ രീതിക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുമോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വ്യവസ്ഥകളുണ്ടോ എന്നുള്ളത് നാം പരിശോധിച്ചാൽ, ഇതിന് തൊട്ട് മുമ്പിലുള്ള അധ്യായത്തിൽ, 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം അതിനെക്കുറിച്ച് ചിന്തിച്ചു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതും പ്രമാണങ്ങളെ, വാക്കിനാലും ലേഖനത്താലും ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നതും തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ 16-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഉറച്ചു നിന്ന് പ്രമാണങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച് ആശ്വാസവും പ്രത്യാശയും നൽകിയിരിക്കുന്നതായിട്ടുള്ള പിതാവും പുത്രനും കർത്താവും നമ്മളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തും. അപ്പോൾ കർത്താവിന്റെ അടുക്കൽ നാം നമ്മുടെ സമർപ്പണത്തിന് യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ നാം സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ചെയ്യുന്നതായിട്ടുള്ള ദൈവിക പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള എല്ലാ ആത്മീക നന്മകളും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ആത്മീക നന്മകളും നമ്മുടെ സമർപ്പണത്തിന്റെ ഫലമായിട്ട്, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ദൈവം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കറിയാം, ശില്പങ്ങളൊക്കെ കൊത്തുന്നതായിട്ടുള്ള അങ്ങനെയുള്ള കൊത്തുപണിക്കാരെ നമുക്കറിയാം. ഒരു കല്ല് അവർ കണ്ടാൽ ആ കല്ലിനെ അവര് കൊത്തി അതിനെ ഒരു രൂപമാക്കി മാറ്റും. ആ കല്ല് അതിനോട് സഹകരിക്കാതെ വരുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കല്ല് അതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ ആ കല്ല് ഒരുപക്ഷെ ആർക്കും പ്രയോജനമില്ലാത്ത ഒരു കല്ലായിട്ട് അങ്ങനെ നിൽക്കും. എന്നാൽ ആ കല്ല് സഹകരിച്ചാൽ അത് ഒരു രൂപമായി, എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു രൂപമായിട്ട് അത് മാറും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവിക പ്രവർത്തനത്തിനായിട്ട്, നമ്മളിലുള്ള ദൈവിക പ്രവർത്തനത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മെ ഒരു നല്ല വ്യക്തിയായി ദൈവത്തിന് രൂപപ്പെടുത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അവിടെയാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്വത്തെ നാം കാണുന്നത്. നമുക്ക് മറ്റു പല വാക്യങ്ങളിലും ഇതേ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ല എന്ന് നമുക്കറിയാം. അതൊക്കെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇന്ന് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും വിഗ്രഹാരാധികളായിട്ടുള്ള ആളുകളും ഒക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തു തന്നെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ അവരധ്വാനിക്കുന്നുണ്ട്, അവര് നേട്ടങ്ങൾ, ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ അവര് ധാരാളം സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ഈ ലോകത്തിലെ ഭൗതിക നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് കൈവശമാക്കുവാൻ കഴിയില്ല എന്നുള്ളതല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള യാതൊന്നും നമുക്ക് നേടുവാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ. അപ്പൊ എന്നിൽ ഒരാൾ വസിക്കുന്നുവെങ്കിൽ ഞാൻ അവനിൽ വസിക്കും. അത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മിലും വസിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ഫലം കായ്ക്കുവാനായിട്ട് ഇടയാകും. കർത്താവിനെ പിരിഞ്ഞ് ആത്മീയമായ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിലും, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ.
അപ്പോൾ ആ വാക്യത്തിന് പല വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവിടെ രക്ഷയ്ക്കായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് പ്രവൃത്തിയിലൂടെയുള്ള രക്ഷ എന്നുള്ള നിലയിലല്ല. അവര് ഓൾറെഡി ദൈവ മക്കളും വിശുദ്ധന്മാരും ഒക്കെയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ നമ്മുടെ ഈ ലോകത്തിൽ നിന്നുള്ളതായിട്ടുള്ള രക്ഷ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെയും വീണ്ടെടുപ്പിനോട് കൂടിയാണ് തീരുന്നത്. അതിന് നമ്മളുടെ പ്രവർത്തനം ആവശ്യമാണ്. ആ പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രചോദനങ്ങളിൽ നിന്നുളവാകുന്നതാണ് ആ പ്രവർത്തനങ്ങൾ. അതാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ഇച്ഛ തരുന്നത് ദൈവമാണ്, നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. നാം നമ്മെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം വായിച്ചതുപോലെ ഒരുവൻ എന്നിലും, അതായത് കർത്താവിൽ വസിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലനെങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല, അവരെല്ലാവരേക്കാൾ ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാൻ എല്ലാവരേക്കാൾ അത്യന്തം അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അപ്പോൾ നാം അധ്വാനിക്കുന്നു എന്ന് പറയുമ്പോഴും നാം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും മനസ്സിലാക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, അത് ദൈവമായിരിക്കുന്ന നാം വസിക്കുന്നതായിട്ടുള്ള ദൈവ ഉറവിടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ളത്. അതല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ദൈവസന്നിധിയിൽ പ്രസാദകരമായിട്ട് വരികയില്ല എന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മളെ മനുഷ്യന്റെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പ്രവൃത്തികൾ അത് പുല്ല്, മരം, വൈക്കോൽ, അതുപോലെ തന്നെ വിലയേറിയ മുത്ത്, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇതെല്ലാം തീയിലൂടെ ശോധന ചെയ്യപ്പെടും. തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോകും. പുല്ല്, വൈക്കോൽ, മരം അതെല്ലാം കത്തിപ്പോകും. എന്നാൽ പൊന്നും വെള്ളിയും വിലയേറിയ മുത്തും ഒന്നും അത് കത്തിപ്പോവുകയില്ല. മാത്രമല്ല അത് ഏറെ തിളങ്ങി വരും എന്ന് നമുക്കറിയാം. അപ്പോൾ ജഡത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ നമുക്ക് നല്ല പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയും മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയും ഒക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ അതിനൊന്നും ദൈവസന്നിധിയിൽ യാതൊരു വക പ്രാധാന്യവുമില്ല. ദൈവത്തിന്റെ കയ്യൊപ്പും അതിനോട് കൂടെയില്ല. എന്നാൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾക്ക് മാത്രമേ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളൂ, അതിന് മാത്രമേ പ്രതിഫലമുള്ളൂ. അത് മാത്രമേ എന്നോട് കൂടിയുള്ള ദൈവകൃപയാണ്, ഞാനല്ല എന്ന് പറയുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ക്രെഡിറ്റ് നമുക്ക് വേണമെന്ന് ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ആരെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആളുകൾ നമ്മെ പ്രശംസിക്കണം എന്നുള്ളതായ ഒരു ആഗ്രഹം നമുക്കുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിൽ നിന്ന് വരുന്നത് തന്നെ നമ്മളിലുള്ള ഒരു തെറ്റായിട്ടുള്ള മനോഭാവത്തിൽ നിന്നാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പോലെ അവരെല്ലാവരേക്കാൾ ഞാൻ അത്യന്തം അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപ എത്ര അധ്വാനിച്ചത്. എന്നോട് കൂടെയുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചതെങ്കിൽ എനിക്ക് എന്താണ് അതിനകത്ത് പ്രശസ്തി കിട്ടുവാനായിട്ടുള്ളത്? ഒന്നുമില്ല എന്ന് നമുക്കറിയാം. യോഹന്നാൻ എഴുതിയ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലും അതിനോട് സാമ്യമുള്ളതായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, ഞാൻ എളിയദാസൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. എല്ലാം ചെയ്തതിന് ശേഷം പറയേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ കർത്താവ് പറയുന്നത്. ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ദൈവം തന്ന കൃപയ്ക്ക് ഒത്തവണ്ണവും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിനൊരു പ്രശംസയും ഒരു പ്രശസ്തിയും നമുക്ക് ആഗ്രഹിക്കുവാനായിട്ടില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജഡത്തിൽ നിന്നുള്ളതായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഒരുപക്ഷെ ആരും പ്രശംസിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രയാസം തോന്നും, നമുക്ക് വിഷമം തോന്നും, നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ അങ്ങ് നിർത്തും. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ മനോഭാവങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങൾ ജഡത്തിൽ നിന്നാണ് എന്ന് ആണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്.
അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിലും അതിനെക്കുറിച്ച് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നുള്ളതല്ല എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രാപ്തി നമുക്കുണ്ടെങ്കിൽ ആ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. ഞങ്ങളിൽ എന്തെങ്കിലും സങ്കല്പിക്കാൻ പോലും പ്രാപ്തർ അല്ല. സങ്കല്പിക്കാൻ പ്രാപ്തരല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് ഇച്ഛിക്കുക എന്നതും സങ്കല്പിക്കുക എന്ന് പറയുന്നതും ഇച്ഛിക്കുക എന്ന് പറയുന്നതും ഏകദേശം ഒരേ ഗണത്തിൽ വരുന്നതായിട്ടുള്ള വാക്കുകളാണ്. സങ്കല്പിക്കാൻ പ്രാപ്തിയില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതിന്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ സകലത്തിനും മതിയാകുന്നതിന്റെ ആധാരം, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ്. അപ്പോൾ ദൈവികമായ ഒരു ശക്തിയാണ്, ദൈവികമായ ഒരു നിയോഗമാണ് നമ്മളിൽ അനുദിനം പ്രവർത്തിക്കേണ്ടത്. അത് മാത്രമേ നമ്മെ ദൈവസന്നിധിയിൽ സ്വീകാര്യമുള്ള, നമ്മുടെ ദൈവസന്നിധിയിൽ സ്വീകാര്യമായ പ്രവർത്തനങ്ങളായിട്ട് തീരുന്നുള്ളൂ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും 1:29 അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും തികഞ്ഞവനായി നിർത്തേണ്ടതിന് വേണ്ടി എന്നുള്ള നിലയിലാണ്. അതിനും ആശ്രയിക്കുന്നത് എവിടെയാണ്? എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതൊരു ജഡികമായ ഒരു പോരാട്ടമല്ല, അത് നമ്മുടെ താല്പര്യപ്രകാരം ഒരു പോരാട്ടമല്ല, മറിച്ച് നമ്മിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം, അതായത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനും പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കും ഒത്തവണ്ണം ആത്മാവിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് പലതും ചെയ്യണം എന്നുള്ളതായ താല്പര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുവാനായിട്ടുള്ള ചില ശ്രമങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ട്. എന്നാൽ ആ ഒരു താല്പര്യത്തിന്റെ ഉറവിടവും അതിന്റെ ലക്ഷ്യവും അതിന്റെ മാർഗങ്ങളും ഒക്കെ നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നാം ഏറെ അധ്വാനിച്ചു, മറ്റുള്ളവരെക്കാളൊക്കെ ഏറെ അധ്വാനിച്ചു, അത് നമ്മുടെ ജഡത്തിൽ നിന്നാണെങ്കിൽ പ്രിയമുള്ളവരെ, അതുകൊണ്ട് യാതൊരു വക പ്രയോജനവും ദൈവസന്നിധിയിലോ നിത്യതയിലോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുകയല്ല, മറിച്ച് ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളിലൂടെ പ്രവർത്തിക്കുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ആ ഒരു കാര്യം വ്യക്തമായി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഉറച്ചു നിൽപ്പിൻ എന്ന് പറയുമ്പോഴും കർത്താവ് ഉറപ്പിക്കും എന്ന് പറയുമ്പോഴും അത് രണ്ടും ഒരേപോലെ പ്രാധാന്യമുള്ളതായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഈ രണ്ട് കാര്യത്തെയും അതിന്റെ സന്തുലിതമായ രീതിയിൽ പഠിപ്പിക്കാതെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല, ദൈവം എല്ലാം ചെയ്തുകൊള്ളും എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗം ആളുകളും, മറ്റൊരു വിഭാഗം ആളുകൾ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നുമല്ല, സ്വയത്തിൽ നിന്നുള്ളതായ അധ്വാനത്തിലും അങ്ങനെ എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള നിലയിലും ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് പൊതുവെ ആളുകൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ അത് രണ്ടും തെറ്റാണ്. ഇതിന്റെ മധ്യത്തിൽ സന്തുലിതമായിട്ടുള്ള ഒരു സമീപനം ദൈവവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ശരി, 4-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. അപ്പോൾ തെസ്സലോനിക്ക സഭയിലേക്ക് പൗലോസ് അപ്പോസ്തലന് ചില ആജ്ഞകൾ, കൽപ്പനകൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ കൊടുത്ത കാര്യങ്ങളൊക്കെ, ആജ്ഞാപിച്ച കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. ഇനി ആജ്ഞാപിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പും പൗലോസ് അപ്പോസ്തലനുണ്ട്. അപ്പോൾ പൊതുവെ ഇന്ന് നമ്മുടെയൊക്കെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, എന്തെങ്കിലും നമ്മളോട് ഒരു ആജ്ഞയായിട്ട് പറഞ്ഞാൽ അതിനോട് എതിർക്കുക,
നമ്മൾ പെട്ടെന്ന് മുറിപ്പെടുക എന്നുള്ള ഒരു സ്വാഭാവിക പ്രതികരണമാണ് നമുക്കുണ്ടാകുക. ഇത് ചെയ്തിരിക്കണം, അല്ലെ ഇങ്ങനെ ചെയ്യരുത് എന്ന് ആരെങ്കിലും നമ്മളോട് സഭയിൽ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് മുറിപ്പെടും. ഈ മുറിപ്പെടുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിലുള്ള സ്വയം തന്നെ നമ്മളെ അങ്ങനെ ഉയർത്തി നിർത്തുന്നു. ആ സ്വയം മരിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ തെസ്സലോനിക്കയിലെ സഭയിലെ വിശ്വാസികളോടൊരു ആജ്ഞാപിക്കാനും കൽപ്പിക്കുവാനും ഒക്കെ ചെയ്താൽ അതിനെതിരെ ഒന്നും അവരൊന്നും പറയുന്നില്ല. അവരത് അനുസരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാലം അത്രയും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇനി അങ്ങോട്ട് അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ളതായ ഒരു ഉറപ്പാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ എഴുതിയതായിട്ട് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, കർശനമായ കാര്യങ്ങൾ പലപ്പോഴും പലരോടും സഭയിലും പറയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. കർശനമായി പറയുന്ന കാര്യങ്ങളെ അതിന്റെ പ്രാധാന്യത്തെ ആണ് അത് കാണിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ വളരെ പ്രാധാന്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ കർശനമായിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൽപ്പനയായിട്ട് പറയുമ്പോൾ, അതിൽ മുറിപ്പെടുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളിൽ അടിസ്ഥാനപരമായിട്ട് നമ്മളിൽ ഒരു ആത്മീക പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ തെസ്സലോനിക്കയിലെ സഭയിലെ വിശ്വാസികളോട് അങ്ങനെ ഒന്നും പറഞ്ഞാൽ അവർക്ക് അതൊന്നും കുഴപ്പമില്ലായിരുന്നു. കാരണം അവര് എല്ലാറ്റിനും പുറമെ അവർക്ക് സ്നേഹമുണ്ടായിരുന്നു. അപ്പൊ ഈ സ്നേഹമുള്ളിടത്ത് കൽപ്പന എന്ന് പറയുന്നതൊന്നും ആരെയും മുറിപ്പെടുത്തുന്നതല്ല. സ്നേഹം, ഏറ്റവും വലിയതായ സ്നേഹം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും മറയ്ക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് അനുസരിക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ആത്മീയമായിട്ടുള്ള വിഷയത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചോ ഒക്കെ ഒരു കൽപ്പനയായി, ഒരു ശാസനയായി, ദൈവവചനം ശാസനയ്ക്കും ഗുണീകരണത്തിനും ഒക്കെ പ്രയോജനമുള്ളതാകുന്നു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഒരു ശാസനയായിട്ട് നമ്മളോട് പറഞ്ഞാൽ സന്തോഷത്തോടെ അതിന് വിധേയപ്പെടുവാനും അതനുസരിക്കുവാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളിൽ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കഴിയും. ഈ തെസ്സലോനിക്കയിലെ സഭയിലെ വിശ്വാസികളിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ. അപ്പോൾ എന്താണ് ആജ്ഞ എന്നുള്ളത് 6-ാമത്തെ വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അവിടെ ആജ്ഞാപിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് അതിന്റെ സമയം പോയല്ലോ. 5-ാമത്തെ വാക്യം, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെയും ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും നമ്മെ തിരിക്കുന്നത് ആരാണ്? കർത്താവ് തന്നെ. അവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പ്രവർത്തനങ്ങളല്ല, മറിച്ച് നമ്മുടെ സമർപ്പണത്തിലൂടെ ദൈവം ചെയ്യുന്നതായുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ നന്മയും മഹത്വവും. അങ്ങനെ ഈ വചനം നമ്മളിലൂടെയും മഹത്വപ്പെടുവാൻ, വ്യാപിക്കുവാനും മഹത്വപ്പെടുവാനും വരുന്ന ദിവസങ്ങളിൽ ഇടയാകട്ടെ. അതിനായി നമ്മെ തന്നെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.